പ്യാരെ ബച്ചു ആദാബ്. 6ാം ക്ലാസ്സിന്റെ ഈ വരുന്ന ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ടാണ് മിദ്രാജ് സർ വന്നിരിക്കുന്നത്. പ്യാരെ ബച്ചോ ഔർ സേ ദേഖിയേ അമൽ കെ ബാഗ് മേ അമൽ കെ ബാഗ് ദേഖിയേ. അമലിന്റെ തോട്ടം ഒന്ന് നോക്കൂ. ഇസ്മേ മുഖ്തലിഫ് സബ്സിയാം, ഇതിൽ വ്യത്യസ്ത പച്ചക്കറികളും ജുഡ്വാലി സബ്സിയാ ഹെ. എന്താ ജുഡ്വാലി സബ്സിയ എന്ന് പറഞ്ഞാല് വേരിൽ കായ്ക്കുന്ന പച്ചക്കറികൾക്കാണ് നമ്മൾ ജുഡ്വാലി സബ്സിയാം എന്ന് പറയുന്നത്, അഥവാ മണ്ണിനടിയിൽ ഉണ്ടാകുന്ന പച്ചക്കറികൾ. ഉന്മേ ടമാട്ടർ, ബൈഗൻ, ആലു, കദ്ദു, അർവി, മിർച്ച്, ജമീൻ കന്ത്, അതുപോലെ അദ്രക്ക്, ഇഞ്ചി, വൈറാഹിം തുടങ്ങിയവയൊക്കെ ഉണ്ട്. ഇതിൽ ഏതൊക്കെ തരം പച്ചക്കറികളുണ്ട്? ടമാട്ടർ തക്കാളി ഉണ്ട്, ബൈഗൻ വഴുതനയുണ്ട്, ആലു കിഴങ്ങുണ്ട്, അതുപോലെ കദ്ദു മത്തനുണ്ട്, അർവി ചേമ്പുണ്ട്, മിർച്ച് മുളകുണ്ട്, ജമീൻ കന്ത് പറഞ്ഞാൽ എന്താ? ചേന, അതുപോലെ അദ്രക്ക് ഇഞ്ചി, ഇവയെല്ലാം ഉണ്ട്. ബച്ചോ ഉന്മേ സബ്സിയാം പച്ചക്കറികളെന്നും ജുഡ്വാലി സബ്സിയാം വേരിൽ കായ്ക്കുന്ന പച്ചക്കറികളെന്നും അലഗ് അലഗ് കർണേമേ അമൽ കി മദദ് കരേ, അമലിനെ നമ്മളൊന്ന് സഹായിക്കണം. അപ്പൊ നോക്കൂ, ഇതിൽ സബ്സിയാം ഏതൊക്കെയാണെന്ന് നോക്കാം. അഥവാ മണ്ണിന് പുറത്തുണ്ടാകുന്ന പച്ചക്കറികൾ നമ്മൾ എഴുതുന്നു ടമാട്ടർ. ടമാട്ടർ ക്യാ ഹേ ബച്ചോ? ടമാട്ടർ തക്കാളി അല്ലേ. മറ്റൊന്ന് ബൈഗൻ. ബൈഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴുതന, ബൈഗൻ. ഓക്കെ. മറ്റൊന്ന് എന്താണ്? കദ്ദു. കദ്ദു എന്ന് പറഞ്ഞാൽ മത്തൻ, കദ്ദു. അതുപോലെ മിർച്ച് മുളക്, മിർച്ച് മുളക്. ഇനി നമ്മൾ എഴുതുന്നു ആലു. ആലു എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ, കിഴങ്ങ് അല്ലേ. മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഒരു വർഗ്ഗമാണ്, പച്ചക്കറിയാണ്. അതുപോലെ അർവി. അർവി എന്ന് പറഞ്ഞാൽ എന്താണ് വെച്ചോ? അർവി എന്ന് പറഞ്ഞാൽ ചേമ്പ്, ചേമ്പ്. അതുപോലെ ജമീൻ കന്ത്. ജമീൻ കന്ത്, ജമീൻ കന്ത് എന്ന് പറഞ്ഞാൽ ചേന, ജമീൻ കന്ത് ചേന. അദ്രക്ക് ഇഞ്ചി, അദ്രക്ക് ഇഞ്ചി. ഓക്കെ. ഇനി ഇവിടെ നിന്ന് നമ്മോട് ചോദിക്കുക മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട പച്ചക്കറിയെ കുറിച്ച്, ഇഷ്ടപ്പെട്ട പച്ചക്കറിയെ കുറിച്ച് സെന്റൻസ് തയ്യാറാക്കാൻ നമ്മോട് പറയും. നോക്കൂ, അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പച്ചക്കറിയെ കുറിച്ച് നമ്മൾ സെന്റൻസ് തയ്യാറാക്കാൻ നമ്മൾ പോവാണ്. ഓക്കെ അല്ലടാ? പഠിക്കാം. നോക്കൂ, ടമാട്ടർ. എക്സാമ്പിൾ ടമാട്ടർ, തക്കാളി നമ്മൾ എടുത്തു. ടമാട്ടറിനെ കുറിച്ച് നമുക്ക് സെന്റൻസ് തയ്യാറാക്കാം. നോക്കൂ, എ ടമാട്ടർ ഹേ. എ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലെ എ ടമാട്ടർ ഹേ, ഇത് തക്കാളിയാകുന്നു. ഓക്കെ. ഏക ഇതൊരു അച്ചാ തർക്കാരി ഹേ, ഏക അച്ചാ തർക്കാരി ഹേ, ഇത് നല്ലൊരു വെജിറ്റബിൾ ആകുന്നു. സബ്സി എന്നും പറയാം, തർക്കാരി എന്ന് പറയാം. ഏക അച്ചാ തർക്കാരി ഹേ, ഇതൊരു നല്ലൊരു വെജിറ്റബിൾ ആകുന്നു. ഓക്കെ. ടമാട്ടർ കാ രംഗ്, ടമാട്ടർ കാ രംഗ്, ടമാട്ടറിന്റെ നിറം ലാൽ ഹേ, ലാൽ ഹേ, എന്താകുന്നു? റെഡ് ആകുന്നു. ടമാട്ടർ കാ രംഗ് ലാൽ ഹേ. ഓക്കെ. ടമാട്ടർ സേ, ടമാട്ടർ സേ തക്കാളി കൊണ്ട് സാലൻ ബനാത്തെ ഹേ, സാലൻ ബനാത്തെ ഹേ. എന്താ ബനാത്തെ ഹേ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്നു. എന്ത് നിർമ്മിക്കുന്നു? സാലൻ ബനാത്തെ ഹേ, കറി ഉണ്ടാക്കുന്നു. ടമാട്ടർ സേ സാലൻ ബനാത്തെ ഹേ, ടമാട്ടർ കൊണ്ട് കറി ഉണ്ടാക്കുന്നു. ടമാട്ടർ തക്കാളി ഹമാര നമ്മുടെ സിഹത്ത് കേ ലിയേ അച്ഛാ ഹേ, സിഹത്ത് കേ ലിയേ ആരോഗ്യത്തിന് എന്താണ്? അച്ഛാ ഹേ, ആരോഗ്യത്തിന് അച്ഛാ ഹേ, സിഹത്ത് കേ ലിയേ അച്ഛാ ഹേ. അച്ഛാ ഹേ എന്ന് പറഞ്ഞാൽ നല്ലതാകുന്നു. ടമാട്ടർ ഹമാര സിഹത്ത് കേ ലിയേ, ഹമാര സിഹത്ത് കേ ലിയേ നമ്മുടെ ആരോഗ്യത്തിന് അച്ഛാ ഹേ നല്ലതാകുന്നു. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചു. ഏ ടമാട്ടർ ഹേ, ഇത് തക്കാളി ആകുന്നു. ഏക്ക് അച്ചാ തർക്കാരി ഹേ, ഇതൊരു നല്ല വെജിറ്റബിൾ ആകുന്നു. ടമാട്ടർ കാരെങ്കിൽ ലാൽ ഹേ, ടമാട്ടറിന്റെ നിറം ചുവപ്പാകുന്നു. ടമാട്ടർ സേ സാലൻ ബനാത്ത ഹേ, ടമാട്ടർ കൊണ്ട് കറി ഉണ്ടാക്കുന്നു. ടമാട്ടർ ഹമാര, ടമാട്ടർ നമ്മുടെ സിഹത്ത് കേ ലിയേ ആരോഗ്യത്തിന് അച്ഛാ ഹേ നല്ലതാകുന്നു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം ടമാട്ടർ ഖൂബ്സൂരത്ത് തർക്കാരി ഹേ, ടമാട്ടർ ഒരു ഭംഗിയുള്ള പച്ചക്കറി ആകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ട പച്ചക്കറിയെ കുറിച്ച് സെന്റൻസ് തയ്യാറാക്കാൻ എക്സാമിന് ചോദ്യം എന്തായാലും വരും. പഠിച്ചിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ. ഖുദാ ഹാഫിസ്. ബൈ.